ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കറുമുറ തിന്നാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒനിയൻ റിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം കോൺഫ്ലോർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊരു നല്ല കട്ടിയായിട്ടുമല്ല എന്നാൽ നല്ല ലൂസുമായിട്ടല്ലാത്ത രീതിയിലൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്, അത് നല്ല കട്ടിയായിട്ടും ആവാനും പാടില്ല. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു സവാള ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് ഇതുപോലെ റിങ് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് വേണ്ടത്. ഒരുപാട് നൈസാവാൻ പാടില്ല, അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. ഇനി ഈ സവാളയുടെ മേലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഒന്ന് വെതറി കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയുടെ പുറംഭാഗം നല്ല മിനുസായതുകൊണ്ട് ഈ സവാള ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് ബാറ്റർ ഇതിൽ പിടിച്ച് കിട്ടില്ല. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു പോരുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗത്ത് ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുമ്പോൾ അത് നന്നായി പിടിച്ച് തന്നെ കിട്ടും. ബാറ്റർ ഇതിൻ്റെ മേലെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോ റിങ് എടുത്തിട്ട് ഈ മാവിലൊന്ന് നന്നായി ഒന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ക്രംസിലെല്ലാം നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ റിങ്സും ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ മാത്രം വയ്ക്കാൻ പാടുള്ളൂ. മീഡിയത്തിൽ വെച്ചിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. റിങ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ റിങ്സും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സവാള കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ കഴിക്കാനുണ്ടാവുള്ളൂ. പെട്ടെന്ന് ഇത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് കഴിച്ചു തീർക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.